കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനൊരു ചെറിയ ചിന്ത വായിക്കുന്നു. ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 31:12. They may hear and learn and fear the Lord. അവർ കേൾക്കുകയും പഠിക്കുകയും ഭയപ്പെടുകയും കർത്താവിനെ ഭയപ്പെടുകയും ചെയ്യും. ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഒരു പ്രോസസ്. അവർ പഠിക്കുന്നതിൻ്റെ ഒരു പ്രോസസ്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ക്രമമായി ബൈബിൾ പഠിക്കുന്നത് ശീലമുള്ളവരാണ്. ബൈബിള് ജസ്റ്റ് കൊണ്ട് നടക്കാനോ ജസ്റ്റ് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോവുക, സങ്കീർത്തനം ഏറ്റു പറയുക, മടക്കി വീട്ടിൽ കൊണ്ടുവരിക, കൊണ്ടു വയ്ക്കുക, അതിനുള്ളതല്ല. ദിനംതോറും സെറ്റപ്പാർട്ട് ടൈം പോകാൻ ആൻഡ് ചെയ്യണം. അതിൽ നിന്ന് നാം കേൾക്കണം. ഒന്നാമത് അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിൽ നിന്ന് നമ്മൾ കേൾക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗം, ഒരു പാസേജ് ശ്രദ്ധയോടെ വായിക്കണം. അപ്പൊ അതിലൂടെ മനസ്സിലാവും വാട്ട് ഡസ് ഇറ്റ് സേ, അത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം അതിലൂടെ കിട്ടും. പക്ഷെ അത് പഠനമായില്ല, അത് പൂർണ്ണമായും പഠിച്ചില്ല. രണ്ടാമത് പിന്നെയും ഒന്നുകൂടെ നമ്മൾ അത് വായിക്കണം. അത് അങ്ങനെ വായിക്കുമ്പോൾ ഡിക്ഷണറിയോ എൻസൈക്ലോപീഡിയയോ അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും ഒരു റെഫറൻസ് കൂടെ കയ്യിൽ വേണം. കാരണം നമ്മൾ കുറച്ചുകൂടെ സ്റ്റഡി ചെയ്യുകയാണ്. എന്താണ് സ്റ്റഡി? ഞാൻ കേട്ടത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണോ? അത് എത്രത്തോളം ശരിയാണ്, അത് നമുക്ക് എത്രത്തോളം അപ്ലിക്കബിൾ ആണ്, നമുക്ക് എത്രത്തോളം അത് യോഗ്യമായതാണ് എന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അതാണ് രണ്ടാമത്തത്. അപ്പൊ ഹിയർ എന്ന് പറയുന്നത് വായിക്കുക, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കുക, പള്ളിയിൽ നിന്ന് പ്രസംഗം കേൾക്കുക, അല്ലെങ്കിൽ കൺവെൻഷൻ കേൾക്കുക. അത് ആദ്യത്തെ സ്റ്റെപ്പേ ആകുന്നുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് അത് കേട്ടതിനെ കൊണ്ടുവന്ന് എഴുതി വെച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതെന്താണെന്ന്, ഇതിന്റെ അർത്ഥം ഉപദേശി പറഞ്ഞത് എന്താണെന്നാണ് കാര്യം. അത് നമ്മൾ പല പുസ്തകങ്ങളുടെയും പ്രത്യേകിച്ച് എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഡിക്ഷണറി, ചില കമൻട്രീസ്, അതിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി അത് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. സോ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് വന്നാലും എല്ലാ ദിവസവും ദൈവവചനം ധ്യാനിക്കുവാൻ അല്പസമയം ചെലവിടണം. എന്നാലേ ആത്മീയമായി വളരാൻ സാധിക്കണം. മൂന്നാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്നാമത്തേത് ലോർഡ് വാട്ട് ഷാൽ ഐ ഡു വിത്ത് ദിസ്, വാട്ട് ഐ ഷുഡ് ഡു വിത്ത് ദിസ്. ഇത് വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകും. അതാണ് മൂന്നാമത്. We will understand and we will apply that truth in our life. നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യേണ്ടത് എന്തെങ്കിലുമാണ് എന്ന് പരിഗണന ഈ വേദഭാഗത്തിലൂടെ കറക്റ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എൻകറേജ്ഡ് ആകുകയാണ്. കർത്താവിനെ ഒത്തിരി സ്തുതിക്കുവാനുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ധാരാളമായി സ്തുതിക്കണം. മനസ്സിലായില്ലേ? ഇതാണ് നടക്കുക. ആകയാൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ഈ 3 സ്റ്റെപ്പ് മറക്കരുത്. ഒന്നാമത് വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക, ഫസ്റ്റ് ഹാൻഡ് നോളജ് എടുക്കുക. രണ്ടാമത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് വരിക, അത് പഠിക്കുക, അപഗ്രഹതം അനലൈസ് ചെയ്യുക, അതിൻ്റെ അർത്ഥം എന്താണ്, പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതൊക്കെ ആരാഞ്ഞ് അറിയുക, അത് എഴുതി വെക്കുക. അതാണ് രണ്ടാമത്. മൂന്നാമത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, നമ്മുടെ ശീലത്തിലേക്ക്, നമ്മുടെ ലൈഫിൽ അത് ശീലമാക്കിയെടുക്കുക. അതാണ് മൂന്നാമത്. എന്നാൽ മാത്രമേ ദൈവവചനം കൊണ്ട് നമുക്ക് പ്രയോജനം. ആ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നാലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം. അല്ലെങ്കിൽ ബൈബിൾ വായിച്ചിട്ടോ ഇങ്ങനെ വചനം കേട്ടിട്ടോ ഒരർത്ഥമില്ല. അപ്പൊ ഇത് നമ്മൾ ഓർക്കുക.
ഇത് 3 സ്റ്റെപ്പും കണിശമായി സ്റ്റെപ്പായി അവർ പ്രോസസ്സായിട്ട് തന്നെ കൊണ്ടുപോകണം. അത് വളരെ ആവശ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തില് യേശു കർത്താവ് തന്നെ സാക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 5:39 യോഹന്നാൻ 5:39 പറയുന്നത്, യു സെർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്. അത് സ്ക്രിപ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് OT സ്ക്രിപ്റ്റേഴ്സ്, ഓൾഡ് ടെസ്റ്റമെന്റ് പുസ്തകങ്ങൾ മനസ്സിലായി. ആൻഡ് യു വിൽ സീ എന്തുവാ നിങ്ങൾ കാണുന്നത് നിത്യജീവനെയാണ്. നിങ്ങൾ നിത്യജീവനെ കണ്ടെത്തുവാൻ ഇടവരും. അതാണ് നമുക്ക് നിത്യജീവനാണ് ആവശ്യം. എന്നേക്കും ദൈവത്തോടൊപ്പം വസിക്കുവാൻ കഴിയുന്ന ആ പ്രാഗൽഭ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടുകൂടെ എന്നും വസിക്കണം. യേശു തമ്മിൽ വസിക്കണം. അങ്ങനെ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ മുന്നോട്ട് പോകണം. അങ്ങനെ വന്നാലേ നമുക്ക് വാസ്തവത്തിലുള്ള പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ, രക്ഷ നമ്മളിൽ പൂർണ്ണമാകുകയുള്ളൂ. കാര്യം മറന്നു പോകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ നടത്തുന്ന നമ്മുടെ അച്ഛന്മാർ പോലും യേശുവിനെ ഹൃദയത്തിൽ രക്ഷയുടെ അല്ലെങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ളവർ വളരെ ചുരുക്കമാണ് ഈ കാലഘട്ടങ്ങളിൽ. അതൊരു പാരഡോക്സാണ്. എനിക്കൊരു ദുഃഖകരമായ അനുഭവമാണ്. അവരെങ്ങനെ ഇതുപോലുള്ള വാക്യങ്ങൾ എടുത്തിട്ട് സഭയെ ശരിയായ പാത ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ അധ്യാപകർ എങ്ങനെ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒന്നാമത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം, അഥവാ വീണ്ടും ജനനം പ്രാപിക്കണം. മനസ്സിലായില്ലേ? വീണ്ടും ജനനം പ്രാപിച്ച് പരിശുദ്ധാത്മാവുള്ളവരാകണം. അതിന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമല്ല. എൻ്റെ കർത്താവെ, ഞാൻ പാപിയാകും, ഞാനത് അംഗീകരിക്കുന്നു. എൻ്റെ യേശുവെ അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് ഭൂമിയിൽ വന്നതും ക്രൂശിക്കപ്പെട്ടതും എൻ്റെ ശിക്ഷ ഏർപ്പെടുത്തുകൊണ്ടാണ് അത് ഞാൻ മൂന്നാമത് ഉയർത്തെഴുന്നേറ്റ ദൈവമേ യേശുവെ അവിടുന്ന് അടിയൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണം, അടിയനിൽ വസിക്കണം, അടിയനിൽ വസിക്കണം, അടിയനിൽ വസിക്കണം. അവിടുത്തെ ആത്മാവിനാൽ എന്നെ മുദ്രണം ചെയ്യണം. സമർപ്പിച്ചു കൊടുത്തോടുള്ള ആ പ്രാർത്ഥനയിൽ ക്രിസ്തുവുമായിട്ട് നമുക്ക് വ്യക്തിപരമായി ബന്ധത്തിൽ വരുവാൻ, യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭമിടുവാൻ കഴിയും. എന്നിട്ട് നമ്മൾ ഈ 3 കാര്യങ്ങൾ ക്രമമായിട്ട് പഠിക്കുകയാണെങ്കിൽ ദൈവകൃപയിൽ നാം വളർന്നു വരും. ദൈവത്തിന്റെ ആത്മശക്തിയിൽ നാം വളർന്നു വരും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.